നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഒരു പക്ഷേ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേയുടെ ചെറിയ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി കഴിഞ്ഞു. അപ്പം മമ്മിക്ക് പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. താഴെ നിന്നുള്ള നമ്മുടെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മമ്മിയോട് പോലും പറയാണ്ട് ഇന്ന് ജൂൺ 30 ഞങ്ങൾ മമ്മിക്കൊരു ചെറിയ സർപ്രൈസായിട്ട് ഒരു ഫുൾ ബോഡി സ്പാ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് ഭയങ്കര ഫുള്ള് ഹാർഡ് വർക്ക് ചെയ്ത് കയ്യും കാലൊക്കെ വേദനിച്ചൊക്കെ ഇരിക്കില്ല, എന്നൊന്ന് റിലാക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ആ സ്പായിലേക്ക് പോവാണ്. ഇന്നൊരു ഭയങ്കര വലിയ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്ന. ആ വീഡിയോസ് നിങ്ങളെങ്ങനെ കാണിക്കാം. അതിനു മുന്നേ ഇന്നത്തെ കേക്ക് കട്ട് ചെയ്യാൻ ചെറിയൊരു വീഡിയോ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് വായോ കേട്ടോ. ഞങ്ങളിപ്പോൾ 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ് മമ്മിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന കേട്ടോ. ഈ പ്രാവശ്യവും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മി അറിയാതെ രാത്രിയിൽ ഞങ്ങൾ ഓൾറെഡി പുറത്ത് പോയായിരുന്നു. ആ രാത്രി പുറത്ത് പോയിട്ട് കേക്ക് വാങ്ങിച്ചു, എന്നിട്ട് കടയിൽ തന്നെ വെച്ചു. 11 മണിയായപ്പോഴത്തേക്കും ചേട്ടൻ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മി അറിഞ്ഞിട്ടില്ല ഇവിടെ ഞങ്ങളിങ്ങനെ പരിപാടി കഴിയുന്നുണ്ട്. മമ്മി ഓൾറെഡി ഒരു 10:30-11 മണിയാകുമ്പോൾ പോയി കിടക്കും. ഇവിടെ ഉണ്ടോ ഇത്? ഞങ്ങൾ പോയി അപ്പത്തേക്കും ഇന്നത്തെ മമ്മി എന്തെന്ന് വെച്ചാൽ കൈക്ക് ഭയങ്കര വേദന, ഡ്രസ്സ് എന്തോ ഇതാക്കാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയണം. ഈ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ മാറ്റില്ല, എന്തായാലും ഒരു വഴിക്ക് പോകും. അത് കത്തിരി ഞങ്ങൾ മമ്മി കിടന്നതിന് ശേഷം ഒരു സർപ്രൈസ് കൊടുത്താ കേട്ടോ. മമ്മീനെ വിളിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ ഇത്താത്തേക്ക് വയ്യ, കൈക്ക് വേദനയാന്ന് പറഞ്ഞു. ഓൾറെഡി ഇത്താത്തേക്ക് വയ്യായിരുന്നു, കൈക്ക് വേദന ഉണ്ടായിരുന്നു, അതും പറഞ്ഞിട്ട് വിളിച്ച് വരുത്തിയതാണ്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ ആ സർപ്രൈസ് പാർട്ടിയൊക്കെ അങ്ങനെ ആദ്യത്തെ ദിവസത്തെ കഴിഞ്ഞു. ഇത് മമ്മിയുടെ കൂട്ടുകാരി, ഈ ഇത്താത്തേക്കാണ് വയ്യെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ പിറ്റേ ദിവസം രാവിലെ ഇത് മമ്മിക്കൊരു ചെറിയൊരു സർപ്രൈസും കൂടെ കൊടുത്തു ഞാൻ. ഇതാണ് വെണ്ണലയിലുള്ള വീറ്റ വൈബ് റിട്രീറ്റ്. സോ മമ്മിക്ക് ഞാനൊരു ചെറിയ സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് മമ്മി അറിയുന്നത് എന്തോ ഒരു കാര്യം മമ്മിക്ക് ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. ആൻറ്റി സ്ട്രെസ് പാക്കേജാണ് ഇന്ന് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരെ മാത്രമല്ല പറയണം, നമുക്കും ശരിക്കും ജോലിയൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ മടി പോലെയുള്ള മക്കളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും കാലമായിട്ട് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ അമ്മമാർക്ക് എപ്പോഴും ഓരോ ജോലികളൊക്കെ ചെയ്ത് ഭയങ്കര ബിസിയൊക്കെ ആയിട്ട് കയ്യും കാലൊക്കെ നല്ല വേദന, ഭയങ്കര ഇതായിട്ടിരിക്കുകയായിരിക്കും. അപ്പം അതൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും, ഇപ്പം ഈ കാണുന്ന ആൾക്കാരുടെ അമ്മമാരെ ആണെന്നുണ്ടെങ്കിലും നമുക്കാണെങ്കിലും ഏറ്റവും വലിയൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ മേ ബി ഒരു പക്ഷേ ഇതുപോലെ ഒരു നല്ലൊരു സ്പാ തെറാപ്പി അല്ലെങ്കിൽ ഒരു നല്ലൊരു മസാജ് ഒക്കെ കൊടുക്കുന്നതാണ്. അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പല പല സ്ഥലങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഞാനും വന്നിരിക്കുന്നത്
വീറ്റ വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്രീറ്റ് സെന്ററിലാണ്. ബിക്കോസ് നല്ലൊരു റിലാക്സേഷൻ. ഞാൻ ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആക്ച്വലി ഇങ്ങോട്ട് വരുന്നത്. ഇൻസ്റ്റഗ്രാം വീഡിയോസ് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോഴും ഇവർ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് എനിക്ക് ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു, ഇത് ഇന്നതാണ് മാമിന് ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പം എനിക്കും മമ്മിക്കും 2 പേർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആൻഡ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം വെണ്ണല തൈക്കാവ് റോഡ് തന്നെയാണ്. അപ്പോൾ ലൊക്കേഷനൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം കൂടുതലും നമുക്ക് കാണാം. അപ്പം ഡീറ്റെയിൽസ് എനിക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? ഞങ്ങളിപ്പോൾ അവിടുന്ന് എല്ലാ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസ് തന്നതിന് ശേഷം ഇവിടെ ഡോക്ടർ ഉണ്ട്. ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞങ്ങൾ 2 പേരും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഡോക്ടറുടെ അടുത്ത് വന്നിട്ട്. ഡോക്ടർ പേരെന്താ? ശ്രീലക്ഷ്മി. ഇവിടെ തന്നെയാണ് സ്ഥലം? തന്നെയാണ്. ഓക്കെ. ശ്രീലക്ഷ്മി ഡോക്ടർ ഞങ്ങൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആപ്റ്റ് ആയത്, ഞങ്ങളുടെ ബോഡി നമ്മുടെ എല്ലാം നോക്കിയിട്ട് ഡോക്ടർ നല്ല രീതിയിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്കും കൂടുതൽ എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ. അല്ലാതെ മസാജ്, ബോഡി മസാജ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ മമ്മിക്ക് വാദത്തിന്റെ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ വാദത്തിന് നമ്മളൊരു 7 ദിവസം ആയുർവേദ ട്രീറ്റ്മെന്റ് ഫുൾ മസാജ് ചെയ്തിട്ടുണ്ട്. അത് മമ്മി ചെയ്തു. പക്ഷെ മമ്മി അന്ന് എന്നോട് പറഞ്ഞു നല്ല രസമാണ് പോയി ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഈ സമയത്ത് ഏതെങ്കിലും മമ്മിക്ക് ചെയ്യുമ്പോൾ എന്നാൽ എനിക്കിങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഒരു മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഫുൾ ബോഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തരാൻ പോവാണ്, എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. മാമിന് ഡീടാനിങ് അല്ലേ കൂടുതല്, കയ്യിലൊക്കെ കുറച്ച് പ്രശ്നം. അപ്പൊ മെയിൻ ആയിട്ട് ഹെർബൽ റോൾ ബോഡി റാപ്പ് ആൻഡ് സ്ക്രബ് ഉണ്ട് നമുക്ക്. അതായിരിക്കും കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ട് വരും. ശരി, ഇത് നമ്മൾ നോർമൽ പ്രൊസീജിയർ തന്നെ, ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ നമ്മൾ ഫുൾ ബോഡി ആയിരിക്കും. അതായത് നമ്മൾ ഒരു പേസ്റ്റ്, ആയുർവേദ ഹെർബൽ പൗഡേഴ്സ് ആണ് നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഫേസ് പാക്ക് പോലെ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മസാജസും ഉണ്ട്. നമുക്ക് ബോഡി മസാജും ഇതിൽ കൂടെ ചെയ്യാം. കയ്യിലും കഴുത്തിലൊക്കെ ഈ പിന്നെ ബാക്കി ബോഡി മസാജ് ചെയ്യാം. ശരി. ഇത് നമ്മുടെ ഡ്യൂറേഷൻ വരുന്ന എത്ര മണിക്കൂറായിരുന്നു? 4 hours. അതിലെ ഹെഡ് മസാജ് 1 hours. ഹെഡ് ആൻഡ് ഫുഡ് മസാജ് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ഓയിൽ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫുൾ ബോഡിക്ക് നമ്മൾ വേറെ ഓയിലാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ബോഡി പെയിൻ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ 4-5 ഓയിൽസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ പറയാണ് ചെയ്യുക ഇതായിരിക്കും നല്ലതെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അതല്ല നമുക്ക് ഇപ്പൊ ചില വരുമ്പോ സ്മെൽസ് ഒന്നും പിടിക്കില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ബോഡി പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ തെറാപ്പിസ്റ്റിനോട് പറഞ്ഞിട്ട് അവിടെ കുറച്ചും കൂടി പ്രഷർ അപ്ലൈ ചെയ്ത് അവരുടെ കൺവീനിയൻ അനുസരിച്ചേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഒന്ന് അമ്മയ്ക്ക് ബെറ്റർ ത്രിഫലാദി ആയിരിക്കും. എന്ന് വെച്ചാൽ ഓൾറെഡി നീരും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കുറയാനായിട്ട് ഏറ്റവും നല്ലത് ത്രിഫലാദിയാണ്. മാമിന് ഇപ്പൊ എന്തെങ്കിലും സ്കാൽപ്പിൽ എന്തെങ്കിലും ഡാൻഡ്രഫോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇച്ചിങ് പോലത്തെ എന്തെങ്കിലും? അപ്പൊ ചെമ്പരത്തിയാതി ആയിരിക്കും ബെറ്റർ. ചെറിയൊരു കോൾഡ് ഉണ്ട്, പക്ഷെ എനിക്കത് വിഷയമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ മരുന്ന് കഴിച്ചോണ്ടിരിക്കും. ആകെ 2 ഗുളികയേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ഹെഡിന് വേണ്ടിട്ടാണല്ലേ? ഹെഡ് മസാജസിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ്. ഓക്കെ. ഇതില് കോക്കനട്ട് ഓയിൽ ഉണ്ട്, നവരത്ന, ചെമ്പരത്തിയാതി, ത്രിഫലാദി. ഇത് 4ആണ് നമ്മൾ കൊടുക്കുക. മാം ഇതിന്റെ സ്മെല്ല് നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു. ഇതങ്ങനെ ബോഡിയിൽ അപ്ലൈ ചെയ്യത്തില്ല കേട്ടോ. ഇത് ആയുർവേദ സ്മെല്ല്. അവര് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ പോലെ ഉണ്ട്. ഇതെല്ലാം ഹെർബൽ അല്ലേ മാം? അപ്പൊ ഓരോ ഇപ്പൊ ഇല്ല. അല്ലെങ്കിൽ കൈക്ക് ഇവിടെ ഇങ്ങനെ വിരലിന് ഇങ്ങനെ ബല, അശ്വഗന്ധാദി, കൊട്ടൻചുക്കാദി, ഈ 4 തൈലമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്മെല്ല് നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തലമുറ നല്ലതായിരിക്കും. അല്ല, സ്മെല്ല് നോക്കുന്നില്ല. അത് കുഴപ്പമില്ല. നോക്കിയിട്ട് ശരി. അപ്പൊ നമുക്ക് എനിക്ക് പറ്റിയത് ഏതാണെന്നുള്ളത് ശരി. ചെറിയതൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡായിട്ട് കൺട്രോൾ ചെയ്താൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യം. അങ്ങനെയൊന്നും ഇല്ല. സോ നമ്മൾ വന്നു,
എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്ലസന്റ് ഫീലാണ്. ലൈക്ക് നല്ല കുറെ ലൈറ്റ്സ്. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ലൈറ്റ്സ്. എൻ്റെ റീൽസിലും യൂട്യൂബിലാണെങ്കിലൊക്കെ വീഡിയോസിൽ കാണുമെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ എല്ലാവർക്കും പോയിട്ട് ഇങ്ങനെ ലൈറ്റ്സിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അതുപോലെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് കുറെ ലൈറ്റ്സ് ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി കയറി വന്നപ്പോൾ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നു, ഇവരോടൊക്കെ സംസാരിച്ച്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരോടും സംസാരിച്ച് ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയിട്ട് മമ്മിക്ക് വാദമൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അങ്ങനെ ഡോക്ടർ കുറെ ഡീറ്റെയിൽസ് ചോദിച്ചു, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അതെല്ലാം ചോദിച്ചതിന് ശേഷം നമുക്ക് അവിടുന്ന് നിങ്ങൾ കണ്ടല്ലോ, വീഡിയോയിൽ കണ്ടല്ലോ, നമുക്ക് ഹെഡിന് മസാജ് ചെയ്യുന്ന ഓയിൽ വേറെ, നമ്മുടെ കാല് ചെയ്യുന്നത് വേറെ, നമ്മുടെ കൈ ചെയ്യുന്നത് വേറെ, അങ്ങനെ ഓയിൽസ് ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിന്റെ സ്മെല്ലൊക്കെ നല്ല സ്മെല്ലാണ്. അപ്പൊ അതൊക്കെ വെറൈറ്റി പറഞ്ഞു തന്നു. ഓരോ ഓയിൽസ് മമ്മിക്ക് അത് ചൂസ് ചെയ്യണം, എനിക്ക് അത് ചൂസ് ചെയ്യണം എന്നുള്ളത്. മമ്മിക്ക് കാലിനൊക്കെ ചെറിയ വേദന ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഓയിലാണ്, എനിക്ക് പിന്നെ റിലാക്സേഷൻ ആയതുകൊണ്ട് അതിന്റെ ഓയിലാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഫുൾ കൈയും കാല് ഫേസ് ഇത്ര ഭാഗം ഭയങ്കര ടാൻ അടിച്ചിരിക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു അതിനുള്ള ടീച്ചാറിന്റെ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം ഫുൾ ബോഡി മസാജ് ചെയ്യും, എന്നിട്ട് അത് വെച്ച് സ്ക്രബ് ചെയ്യും. ഇതാണ് എനിക്ക് ചെയ്യുന്നത്. മമ്മിക്ക് പക്ഷേ ഫുൾ ബോഡി മസാജും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മളിനി ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പോവാണെങ്കിൽ അങ്ങോട്ട് പോകും. സോ മമ്മി ഈ റൂമിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. യെസ്, ഈ ജക്കൂസിയിലൊക്കെ ഉണ്ട് കേട്ടോ. ജക്കൂസിയിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. നല്ലൊരു ഭയങ്കര കൂൾ ആൻഡ് വാം ആയിട്ടുള്ള സ്ഥലം. നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗിയല്ലേ. മമ്മി ഇവിടെ ഹാപ്പി ആയിരിക്കും. മമ്മിയുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ഒരു സ്വർഗം പോലെ നോക്കിക്കേ. ആ തീമൊക്കെ നോക്കിക്കേ. ഇനി ഇവിടെ കാല് കൈയൊക്കെ മസാജ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഇവിടെ. സോ പിന്നെ വാഷ്റൂം ഉണ്ട്, ഈ ചെറിയൊരു സ്പേസ് ഇങ്ങനെ. ഓക്കെ, പോയിക്കോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് വാ മമ്മി. ഞാൻ വേറെ റൂമിലാണ്. മമ്മി ആ റൂമിലേക്ക് കയറി. യെസ്, നോക്കൂ റൂം നോക്കിയാ മമ്മി എങ്ങനെയുണ്ട്. ചേച്ചിയാണ് മമ്മി ചെയ്യുന്നത്. പേരെന്തായിരുന്നു? വൈഷ്ണവി. കൊല്ലങ്കാരി വൈഷ്ണവി. ഇവിടെയാണ് മമ്മിക്കുള്ള ആ ഒരു സുഖമായിട്ടൊരു 2-3 മണിക്കൂർ മമ്മീൻ്റെ ഇവിടെ കഴിയേണ്ടത്. അപ്പോൾ എൻജോയ് ചെയ്യട്ടെ മമ്മി. വരാം, ബൈ. ഇത് ഫുള്ള് ചില്ലുകൂട്ടാരമാണല്ലോ. ഞാൻ ഈ റൂമിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സൂപ്പർ. അങ്ങനെ നമ്മൾ മസാജ് സ്റ്റാർട്ട് ചെയ്തു. ഫുൾ ബോഡി മസാജാണ് ഈ എടുത്തേക്കുന്ന പാക്കിൻ്റെ കൂട്ടത്തിലുള്ളത്. ആൻറ്റി സ്ട്രെസ് പാക്കേജാണ്. അപ്പം നമ്മുടെ ഫുൾ ബോഡി 1 hours മസാജ് ചെയ്യും അവർ. അതിനുശേഷം ഒരു 1 hours ഹെഡ് ആൻഡ് പിന്നെ ഫുട്ട് മസാജ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 2 hours ആയി. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫേഷ്യലാണ്. അതൊരു 3/4 മണിക്കൂർ ഫേഷ്യൽ ചെയ്യും. ഇപ്പം മമ്മിയും ഇത് ഓൾറെഡി അറ്റ് എ ടൈം തന്നെ അപ്പുറത്തെ റൂമിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. ഇത് മമ്മിയാണ്. അപ്പം മമ്മിക്കും റിലാക്സ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ കൂളായിട്ട് കിടന്നു. നല്ലൊരു മസാജൊക്കെ കിട്ടി. ആദ്യം നമുക്ക് പുറം മസാജ് ചെയ്യും. അതിന് ശേഷമായിരിക്കും കാല് മസാജ് ചെയ്യുന്ന, കൈ മസാജ് ചെയ്യുന്ന, ഓരോരോ സെക്ഷൻസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ ഒരു 3-4 സ്റ്റാഫ് ഉണ്ട്, 2 ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു സ്റ്റാഫ് ലീവ് ആയിരുന്നു. അപ്പം ഇവർ തന്നെ ഓരോ കാര്യത്തിലും ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവർ സോഫ്റ്റ് മസാജാണ് കേട്ടോ ചെയ്തത്. നമുക്ക് ഹാർഡ് വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഹാർഡ് ചെയ്യത്തുള്ളൂ. ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ കാല് മസാജ് ചെയ്യുന്നു. പിന്നെ ലെഗ് മസാജ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫുട്ട് മസാജും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാട്ടോ. അവർ നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര അടിപൊളി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ ആയിരുന്നു. ജെനുവിൻ റിവ്യൂ ആണ്. ഓക്കെ ആയിരുന്നു. എനിക്ക് മെയിനായിട്ട് എനിക്ക് വേണ്ടത് എൻ്റെ
ഈ കാലിലടിയാണ് എനിക്ക് മസാജ് വേണ്ടത്. കാരണം എനിക്ക് ഭയങ്കര, നമ്മളിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ, അപ്പം ആ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാലായിരിക്കും കൂടുതലായിട്ട് പെയിൻ ആവുന്നത്, കുറേ നടന്നിട്ടൊക്കെ. അങ്ങനെ ആ കാലായിരുന്നു എനിക്ക് മെയിൻലി മസാജ് വേണ്ടത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയും മസാജ് എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. പിന്നെ മമ്മിക്കും അറ്റ് എ ടൈം ഇങ്ങനെ വീഡിയോ എടുത്ത് തരുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഡോക്ടറാണ് കേട്ടോ. ഈ ഡോക്ടറാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ വേറൊരു റൂമിലേക്ക് മാറ്റി. അവിടെയായിരുന്നു ബോഡി സ്റ്റീമൊക്കെ ചെയ്യുന്നതുണ്ടായിരുന്നു കേട്ടോ. അപ്പം മമ്മി ഇപ്പോഴും മമ്മിയുടെ ആ റൂമിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അവിടെ വേറൊരു കസ്റ്റമർ വന്നു. ഇവർക്കിങ്ങനെ 4 മസാജിങ് റൂംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു റൂമിലായിരുന്നു, അവിടെ നിന്ന് മാറിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കിടന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹെഡ് മസാജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവരെനിക്ക് പിന്നെ ലെഗായിരുന്നു ഇത്രയും ചെയ്തത്. ഇപ്പോൾ ഫുഡ് മസാജും കൂടെ ഇപ്പോൾ ചെയ്ത് തരുവാണ്. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ഫുഡ് മസാജ് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, നോർമലായിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി പിന്നെ വെയിറ്റ് ചെയ്തു, കാരണം അപ്പോഴത്തേക്ക് ഉച്ചയായി, നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങി. കുറേ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഹെഡും കാലും സ്റ്റീം ബാത്തൊക്കെ മമ്മിയുടെ കഴിഞ്ഞിട്ട് പിന്നെ വിശന്നു. അപ്പോൾ ഇതാ ബിരിയാണി കഴിക്കുക. അങ്ങനെ മമ്മിയുടെ ബർത്ത്ഡേ ഇവിടെയാണല്ലോ ഫുള്ള് ആഘോഷിച്ചത്. ഇവിടെ നിന്ന് ഫുള്ള് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മസാജൊക്കെ ചെയ്ത് പിന്നെ ബിരിയാണി ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇപ്പോഴാണ് കഴിക്കുന്നത് ഞങ്ങൾ. ആക്ച്വലി ഞാനിത് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. ബർത്ത്ഡേ ലഞ്ച്. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി അവർ തന്നെ എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ എനിക്ക് സ്റ്റീമൊക്കെ ചെയ്തിട്ട് എൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യായിരുന്നു. ആദ്യമൊന്ന് മസാജ് ചെയ്തു, എന്നിട്ട് വൈറ്റ് ഹെഡ്സ് എടുത്തു. എൻ്റെ ഫേസ് ഇപ്പോൾ കുറച്ച് പിമ്പിൾസ് വന്നത് ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പിമ്പിൾസ് വന്നിട്ട് കുറച്ച് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം അവരതിനും കൂടെ ഇത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഒരു പാലിനകത്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്തോ ഒരു ഇതുണ്ടായിരുന്നു. ഫുൾ ആയുർവേദമാണ് കേട്ടോ. അത് ചെയ്ത് എനിക്ക് മസാജ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ആണ് ഞാൻ വൻ സർപ്രൈസ് ആയിട്ടുള്ളത്. കാരണം മമ്മിക്ക് ഞങ്ങൾ അറിയാതെ തന്നെ ഇങ്ങനൊരു കേക്ക് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങളോട് സർപ്രൈസ് ആയിട്ട് വിളിച്ചതായിരുന്നു കേട്ടോ. മീൻസ് സർപ്രൈസ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഇപ്പം ഫേഷ്യലൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എനിക്ക് സ്റ്റീം ബാത്ത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം മമ്മിക്ക് ചെയ്തു, എനിക്ക് ചെയ്തപ്പോഴത്തേക്കും അവിടെ എന്തോ പവറിൻ്റെ എന്തോ ഇഷ്യൂ വന്നുകൊണ്ട് അത് ചെയ്തില്ല. അപ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ റൂമിലേക്ക് വന്നിട്ട് പിന്നെയുള്ളത് ഈ ജക്കൂസിൽ ഇതുപോലെ വെള്ളം നിറച്ച് വെച്ച വാട്ടർ തെറാപ്പി ആയിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടു ബി ഫ്രാങ്ക്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജെന്യുവൻലി റിവ്യൂ, ഇതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് നമ്മളെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ വെള്ളത്തിൽ ഒരു ചെറിയ വാം വാട്ടറിൽ കിടത്തും. ഇതിനെ വാട്ടർ തെറാപ്പി എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഈ വെള്ളത്തിൽ ഇറങ്ങി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ്സൊക്കെ വരും, പല പല ലൈറ്റ്സുകൾ, കളേഴ്സ് ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഇതിനകത്ത് റിലാക്സ് ചെയ്തിട്ട് കണ്ണടച്ച് ഇതിനകത്ത് ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ കണ്ണ് തുറന്നാൽ പിന്നെ വരുന്ന ലൈറ്റ്സൊക്കെ നോക്കി ആ വിഷ്വൽസൊക്കെ നോക്കി ഇങ്ങനെ കിടന്ന് ഭയങ്കര ഒരു അടിപൊളി തെറാപ്പി മൂഡാണ്. ഭയങ്കര സുഖമായിരുന്നു. മമ്മി എഴുന്നേറ്റ് പോയിട്ടെങ്കിലും ഞാൻ പിന്നെയും അതിനകത്ത് കിടന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ തെറാപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ആ വെള്ളത്തിൽ ഇങ്ങനെ കുമിളകൾ അതിനകത്ത് ഇങ്ങനെ ഇതുണ്ട്, നമുക്ക് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പല രീതിയിൽ നമുക്ക് മസാജ് വരുന്ന പോലെ ഇതുണ്ട്, വെള്ളം തിളയ്ക്കുന്ന പോലെയുള്ള ഫീൽ കണ്ടോ നമ്മുടെ ദേഹത്തേക്ക് വരും. ഞാൻ ഏകദേശം 1 മണിക്കൂർ, ഇവർ അരമണിക്കൂറാണ് ഇത് പറയുന്നത്, ഞാൻ 1 മണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് റിലാക്സായിട്ട് പിന്നെ നമുക്ക് ഫ്രഷായിട്ട് അതിനിടയ്ക്ക് മസാജൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് കുളിച്ചായിരുന്നു കേട്ടോ. കാരണം എണ്ണമയക്കമല്ലായിരുന്നു, മയമായിരുന്നു.
അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കുളിച്ചതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും ഞങ്ങൾ ഫേഷ്യൽ ചെയ്തതിന് ശേഷം പിന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷമാണ് ഇതിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഈ ജക്കൂസിലേക്ക്. ഇത് നല്ല റിലാക്സായി ഇരുന്നു. എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രസ്സും മാറിയിട്ട് വീട്ടിലേക്ക് പോകാം. ഏകദേശം 8 മണിക്കൂർ എടുത്തു. അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞു. ഏകദേശം 4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ രാവിലെ വന്നിട്ട് ഇപ്പോഴാണ് ഇറങ്ങി പോകുന്ന സമയം 8:45. അതുവരെ ഇവര് നല്ല അടിപൊളി ട്രീറ്റ്മെന്റ് ഒക്കെ തന്ന് ഇവിടെ നമ്മള് ഈ ബീച്ച വൈബില് ഇന്നത്തെ ബർത്ത്ഡേ മമ്മിയുടെ ബർത്ത്ഡേ ബീച്ച വൈബിനോട് കൂടിയായിരുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ വന്നത് ഇത്തിരി ലേറ്റായി. എനിക്ക് 11 ആയിരുന്നു അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കൊന്ന് ലാഗ് അടിക്കേണ്ടി വന്നു. 11 മാറി ഞാൻ ഒത്തിരി ഒരു 12ന്റെ അടുത്ത് വന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം പറഞ്ഞെല്ലാം കേട്ട് വന്നപ്പോഴത്തേക്കും ഒരു 1 മണിയോട് കൂടിയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇതൊരു ആയുർവേദ നല്ല അടിപൊളി മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇവര് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ രീതികൾക്കനുസരിച്ചാണ് നമ്മൾ പറയുന്നത് അവരെ കേട്ട് അവരുടെയും കൂടെ സജഷൻ കേട്ട് നമുക്ക് എല്ലാവരും കൂടെ ഡോക്ടേഴ്സ് സജഷൻ നമുക്കും തരും, നമ്മളുടെ സജഷൻ അവർക്കും കൊടുത്തിട്ട് അവർ പ്രിഫർ ചെയ്യുന്ന പിന്നെ ഓരോരോ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ചെയ്തു തന്നിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫുൾ ബോഡി മസാജ്, എന്നെ ഒരു റൂമിലും മമ്മിയെ വേറൊരു റൂമിൽ, എന്നെ മൊത്തം കണ്ണാടി, നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, കണ്ണാടി റൂമിലും മമ്മീനെ ഒരു ആകാശം പോലെയുള്ള ഒരു റൂമിലും കൊണ്ടാക്കി ഞങ്ങൾ കുറച്ചൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ റിലാക്സ് ചെയ്തു. അപ്പോഴത്തേക്ക് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അവര് വിശന്നിരിക്കുകയെന്ന് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് അവർ അപ്പം തന്നെ ഒരു ബിരിയാണി, സൂപ്പർ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് തന്നു, ഡോക്ടർ ഓർഡർ ചെയ്ത് തന്നു. അത് ഞങ്ങൾ പതുക്കെ ഇരുന്ന് കഴിച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ ഹെഡും ഫുട്ടും മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ അതിന് മുന്നേ കഴിഞ്ഞായിരുന്നു. മമ്മിയുടെ അതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ റിലാക്സേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ചെറിയ ഡീറ്റാൻ്റെ ഒരു സ്ക്രബ് വിത്ത് ഒരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു 15 മിനിറ്റത്തോളം അത് ഇട്ട് അപ്ലൈ ചെയ്ത് അതിനുശേഷം പിന്നെ ഫേസ് ഒരു ചെറിയ ഒരു 10-20 മിനിറ്റത്തോളം അല്ലെ രണ്ടുപേർക്കും. മമ്മിക്കും ചെയ്യുന്നു, എനിക്ക് അറ്റ് എ ടൈം അവിടെ ഇവിടെ ഓടി നടക്കുക. ഇവിടെ വളരെ കുറച്ചൊരു 2-3 പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് 3-4 സ്റ്റാഫേ ഉള്ളൂ. എന്നാലും അവരെല്ലാവരുടെ കാര്യത്തിൽ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു മാം ഇപ്പോൾ വരാമെന്ന്. ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടെയുള്ള സ്റ്റാഫുകളാണെങ്കിലും അടിപൊളിയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മളെ എന്താ പറയുക ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു പാക്കൊക്കെ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് ഈ ലൈക്ക് വാട്ടർ തെറാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ജക്കൂസിൽ വെറുതെ കിടക്കുക ഇതായിരുന്നു. പക്ഷെ എല്ലാം ഞങ്ങളുടെ രണ്ടുപേരും കഴിഞ്ഞിട്ട് മമ്മി കുറച്ച് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങോട്ട് ചെന്നു. ഞാൻ ചെന്ന് അവിടെ നിന്ന് ജക്കൂസി കയറിയപ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് ഇവിടുന്നെങ്കിലും ഓളെ വന്നിട്ട് ഗ്ലുഗിളൂന്നായിട്ട് ഞങ്ങളുടെ ശരീരം മൊത്തം ഏകദേശം 3/4 മണിക്കൂറുള്ള എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാലും മെയിൻലി നമുക്ക് ഇഷ്ടപ്പെട്ടത് ജക്കൂസി വാട്ടർ തെറാപ്പിയാണ്. കുറെ ലൈറ്റ്സ്, ഞാൻ ആദ്യം വീഡിയോ ഇൻട്രോയിൽ തന്നെ പറയുന്നത് എനിക്ക് ലൈറ്റ്സ് ഇങ്ങനെ നല്ല നല്ല ലൈറ്റ്സുകളും നല്ല കളേഴ്സും ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതിന് ആ ലൈറ്റ്സ് ഭയങ്കര ഒരു നല്ല ഒരു ലൈറ്റ് മ്യൂസിക് വരുന്നുണ്ട്. അതിന് കൊടുത്ത് കുറെ കളേഴ്സ് മാറി മാറി വരുന്നുണ്ട് എല്ലാം കൂടെ. പിന്നെ ആ വാട്ടർ കുറച്ച് ചെറിയൊരു വാം വാട്ടർ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ഒരു ബ്ലഡ് സർക്കുലേഷൻ വരുന്നത് പോലെ തന്നെ. അതായത് ഓൾറെഡി മസാജ് ചെയ്തു, അതിനുശേഷം ഒരു ബ്ലഡ് സർക്കുലേഷൻ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യമാണ്, നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ കയറി ഞാനൊക്കെ എന്തൊക്കെയോ ഒരു കോലത്തിൽ കയറി ഇങ്ങനെ വരികയാണ്. ഓക്കെ വാട്ടർ തെറാപ്പി ചെയ്യാന്ന് പറഞ്ഞു. അടുത്ത സർപ്രൈസ് അവിടെ മമ്മിയുടെ 2ാമത്തെ ബർത്ത്ഡേ, അതായത് 2ാമത്തെ കേക്ക് കട്ടിങ് ഇവിടെ നമ്മുടെ ഈ ഹോസ്പിറ്റലിനോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആഘോഷിച്ച് അവരൊരു നല്ല അടിപൊളി കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോക്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കേക്കും നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തു. മമ്മിയുടെ മമ്മിയുടെ ബർത്ത്ഡേ, മമ്മിയുടെ ഇത്രയും നാളത്തെ ബർത്ത്ഡേ ഞങ്ങൾ തന്നെയാണ് കേക്ക് കട്ടിയത്. ഇപ്പം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് മമ്മിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിരുന്നു അല്ലേ? പിന്നെ പറയാനുണ്ട്, ഇത് മറക്കാൻ പറ്റിയല്ലാത്ത ഒരു സംഭവമാണ്. ഈ ഒരിക്കലും മറക്കില്ല, എന്നൊക്കെ ചെയ്താൽ ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് ഞങ്ങള്. പിന്നെ പല സ്ഥലങ്ങളിൽ സ്റ്റേക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, കേക്ക് കെട്ടി, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ എന്ന് പറഞ്ഞ അതൊരു അടിപൊളി ഇതായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന കേക്ക് കട്ടിയുള്ള ഒരു സർപ്രൈസ് അത് പ്രതീക്ഷിച്ചില്ല, അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് വീറ്റ ബൈ. അങ്ങനെ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. 9 മണിയായപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോവാണ്. മെയിൻലി ഏറ്റവും കൂടുതൽ പേര് മറന്നു ഡോക്ടറിന്റെ
ജിനിത ജിനിത മാമാണ് നമ്മളുടെ കൂടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിനിത മാമാണ് എനിക്ക് വീഡിയോ അടക്കം എടുത്തിരുന്നത്. വീഡിയോ വരെ എടുത്തു തന്ന എല്ലാ കാര്യത്തിലും ഓടി നടന്നത്. ഇപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകളോടാണെന്നുണ്ടെങ്കിലും നമ്മളോടാണെന്നുണ്ടെങ്കിലും പുതിയ ക്ലയൻസ് വരുമ്പോൾ അവരോടാണെങ്കിലും എല്ലാത്തിനും ഓടി 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 നടന്ന ഇപ്പം ഈ സമയം വരെ അവർ വീട്ടിൽ പോലും പോയില്ല. ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്ന അവർ ഫുഡ് പോലും കഴിച്ചില്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് താങ്ക് യു സോ മച്ച് മീറ്റ. ആൻഡ് എന്താ പറയാ, നമുക്കെല്ലാവർക്കും ഭയങ്കര കൂളും കാമായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പം മമ്മിയുടെ ബർത്ത്ഡേ അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാറ്. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ഒരു റിലാക്സേഷൻ കാരണം സുഖമായിട്ട് കിടന്ന് നമുക്ക് പെട്ടെന്ന് കിടന്നു തുടങ്ങാം അല്ലേ? സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.